നമുക്കിന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ അൺഎക്സ്പെക്റ്റഡായിട്ട് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ അത് സാരമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് പലപ്പോഴും ബിസിനസ് ഓണേഴ്സ് വിചാരിക്കുന്നത് ശമ്പളം കുറവായിട്ടായിരിക്കുമെന്നാണ്. പക്ഷേ അതിനപ്പുറം ചില കാരണങ്ങൾ കൂടിയുണ്ട്. സാലറിക്ക് പുറത്തായിട്ട് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ജോലിക്കാരും ഉദ്യോഗസ്ഥരും പിരിഞ്ഞു പോകുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് 3 കാരണങ്ങൾ പറയാം. അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള ഒരു കരിയർ പ്രോഗ്രസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഗ്രോത്ത് ഇല്ല. നമുക്കൊരു കരിയർ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് താല്പര്യം കാണില്ല. നമുക്ക് ശമ്പളത്തിൽ വർധനവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തം കൂടുതൽ വൈഡായിട്ടും കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ളതുമായ റെസ്പോൺസിബിലിറ്റി കിട്ടാനും അത് ചെയ്തു തീർക്കാനും എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, പൊസിഷൻ. നമുക്ക് പണത്തോടൊപ്പം നല്ല ഒരു പൊസിഷനും കൂടെ എല്ലാവരും ആഗ്രഹിക്കും. എവിടെയാണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ജോലിയിലെ മാനേജറാണ്, ഇന്ന സ്ഥാപനത്തിലെ മാനേജറാണ്, ജനറൽ മാനേജറാണ്, സൂപ്പർവൈസറാണ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് നല്ല ആത്മാഭിമാനം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊസിഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. പിന്നെ ഗ്രോത്ത്, നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന ട്രെയിനിങ്, വളർച്ച, ഇതെല്ലാം തന്നെ ഒരു എംപ്ലോയി വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രസ്, കരിയർ ഗ്രോത്ത് നല്ലതുണ്ടോ എന്നുള്ളത് എപ്പോഴും അദ്ദേഹത്തിന് ഒരു ആശങ്ക ഉണ്ടാകുന്നതാണ്. അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ട്, വർഷങ്ങളോളം കഴിഞ്ഞാലും സ്റ്റാഗ്നൻ്റായിട്ട് ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഇഷ്ടമുണ്ടാവണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കരിയർ ലാഡർ സൃഷ്ടിക്കണം. ഒരാൾ നമ്മൾ ഓർഗനൈസേഷനിൽ കയറി കഴിഞ്ഞാൽ അങ്ങേർക്ക് പ്രോഗ്രസ് കിട്ടാൻ ഒരു 3 വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കോൺട്രിബ്യൂഷൻ അനുസരിച്ച് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കേണ്ടതാണ്. രണ്ടാമത്തേതാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ആളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളെ മൈക്രോ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ജോലിയിൽ അദ്ദേഹത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോ മാനേജ്മെൻറ്റ് ഒരു വലിയ പ്രശ്നമാണ്. നമ്മളൊരാൾക്കൊരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ഓരോ 15 മിനിറ്റിലും ചെയ്തോ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി എടുക്കാനും അദ്ദേഹത്തിന് അത് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യാനുമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. പെട്ടെന്നൊരു കമ്പൽഷനും പ്രഷറുമായിരിക്കും ഉണ്ടാവുക. എന്നാൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഫ്രീക്വൻ്റായിട്ട് ചോദിക്കും, പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരണം എന്ന്. സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണമെങ്കിൽ നമുക്കത് സ്ട്രെസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴും എല്ലാ വർക്കും ഓരോന്നായിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, മൈക്രോ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയീസിൻ്റെ താല്പര്യം നഷ്ടപ്പെടുന്നതാണ്. നമ്മളൊരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ എപ്പോൾ തിരിച്ചു തരണം എന്ന് നമ്മൾ പറയണം. അതോടൊപ്പം തന്നെ ആ വർക്ക് തീർന്നു എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ആ എംപ്ലോയിക്കാണ്. എംപ്ലോയറെ അത് മെസ്സേജിലൂടെയോ വിളിച്ചോ പറയണം, ഞാൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുവരെ ക്ഷമിക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത കൂടി ഒരു ബിസിനസ് ഓണർക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ടോക്സിക് വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്. എംപ്ലോയീസ് തമ്മിൽ ഉള്ള പൊളിറ്റിക്കൽ റൈവൽറി, ചെറിയ പൊസിഷനും പ്രൊമോഷനും വേണ്ടി ഉള്ള കടിപിടി കൂടൽ, ഒരാളുടെ കസ്റ്റമറെ മറ്റൊരാൾ തട്ടിയെടുക്കുക, അപ്പോൾ അതിലൂടെ കിട്ടുന്ന ചെറിയ ബോണസും പ്രൊമോഷനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിൽ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ എൻവയോൺമെൻറ്റ് വളരെ ടോക്സിക് ആകും. ഇത്തരം ആക്ടിവിറ്റീസിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പാടുള്ളതല്ല.
നമ്മളുടെ എംപ്ലോയീസ് തമ്മിൽ വളരെ നല്ല ഒരു മാനസികമായ ബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. അവർ തമ്മിൽ കോൺഫ്ലിക്റ്റിംഗ് അന്തരീക്ഷമാണ് എന്നുണ്ടെങ്കിൽ വർക്കിൻ്റെ കാര്യക്ഷമതയും വളർച്ചയും, സ്ഥാപനത്തിൻ്റെ വളർച്ചയും ലാഭവും ഒക്കെ വളരെ അത് ബാധിക്കും. അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്ഥാപനത്തിൽ നിന്നും പടിപടിയായി പുറത്താക്കേണ്ടതാണ്. എന്നാൽ നല്ല സ്വഭാവ ഗുണമുള്ളവരെ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ശമ്പളത്തിനപ്പുറം, പണത്തിന് അപ്പുറം ഒരു എംപ്ലോയി എന്തുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ നിന്നും പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഈ 3 കാരണങ്ങളിലൂടെ ബോധ്യപ്പെട്ടു കാണും. ഈ 3 കാരണങ്ങളാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെ നിങ്ങളുടെ നല്ല സ്റ്റാഫിനെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഏറ്റവും നല്ല പെർഫോമൻസുള്ള എംപ്ലോയിയും അതോടൊപ്പം തന്നെ നല്ല ബിഹേവിയർ ക്യാരക്ടറുള്ള എംപ്ലോയി, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള എംപ്ലോയീസൊക്കെ ഈ ഒരു ടോക്സിക് എൻവയറൺമെൻറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിൻ്റെ വർക്ക് കൾച്ചർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ അകത്ത് കടന്നുകൂടുന്ന തെറ്റുകൾ അല്ലെങ്കിൽ ടോക്സിക് നേച്ചർ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും വേണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ടത്? ഒരു ഗ്രോത്ത് പ്ലാൻ വേണം. നമ്മളെ എംപ്ലോയീസിന് അവർക്ക് മാനസികമായും അറിവുപരമായിട്ടും സ്കിൽ പരമായിട്ടും ഗ്രാജുവലി വളരാൻ വേണ്ട ഒരു ഗ്രോത്ത് പ്ലാൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോ വർഷം 2-3 ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിരിക്കണം. അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യമായ സ്കില്ലുകൾ അവർ ഡെവലപ്പ് ചെയ്തിരിക്കണം. പിന്നെ ഉള്ളത് അവർക്ക് അവരുടെ കഴിവ് വർദ്ധിക്കുന്നതനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. പിന്നെ ഉള്ളത് അവർക്ക് പ്രൊമോഷൻസ് കൊടുക്കണം. അങ്ങനെ ഒരു കൃത്യമായ ഒരു ഗ്രോത്ത് പ്ലാൻ ഉണ്ടാകണം. രണ്ടാമത് അവരെ മൈക്രോ മാനേജ് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റുകളിൽ അവർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് അവർ ചെയ്തു എന്നും അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടി എന്നും നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും അവർക്ക് കൊടുക്കേണ്ട വർക്കുകൾ ഇൻ അഡ്വാൻസ് നമ്മൾ കൊടുത്ത് അത് വർക്ക് തീരുമ്പോൾ തിരിച്ച് ബിസിനസ് ഓണറെ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. അതിൽ നിന്നും ഡിലേ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവരെ വിഷയത്തെപ്പറ്റി അവരെ സംസാരിച്ച് എന്താണ് അവസ്ഥ എന്ന് ബോധ്യപ്പെടുകയും ചെയ്യണം. അല്ലാതെ ഓരോ 15 മിനിറ്റും ഓരോ 20 മിനിറ്റ് ഓരോ അരമണിക്കൂറും കൂടുമ്പോൾ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ഒരു മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ഉള്ളത് നമ്മളെ എംപ്ലോയീസ് തമ്മിൽ നല്ല ഹാർദവമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ടാർഗറ്റിന് വേണ്ടിയും മറ്റ് ഗ്രോത്തിന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയും അവർ പരസ്പരം കടിപിടി കൂടുന്ന ഒരവസ്ഥയിലേക്കും ഒരു ഓഫീസ് പൊളിറ്റിക്സ്, ഓഫീസ് റൂമർ ക്രിയേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓഫീസിനെ കൊണ്ടുപോകരുത്. അത്തരം പ്രവൃത്തികളിലേക്ക് ശ്രമിക്കുന്നവരെ വാൺ ചെയ്യുകയും അതോടൊപ്പം അതിനും നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യേണ്ട ബാധ്യത ഒരു ബിസിനസ് ഓണർക്കുണ്ട്. അതിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു നല്ലൊരു എംപ്ലോയിയെ നമ്മുടെ സ്ഥാപനത്തിൽ റീറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next lesson.